വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 9-ാം അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗത്തിൻ്റെ സമ്മറിയാണ് ഈ എപ്പിസോഡിലൂടെ ഞാൻ വിവരിക്കുന്നത്. ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം. അർജുന, എല്ലാ വിദ്യകളിലും വെച്ച് ശ്രേഷ്ഠവും രഹസ്യവും പരമപവിത്രവുമായ ഈ ജ്ഞാനം മനഃശുദ്ധിയുള്ളവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അർജുന, ഈ പ്രപഞ്ചം മുഴുവനും എൻ്റെ ചൈതന്യം നിറഞ്ഞ് വ്യാപിച്ചിരിക്കുകയാണ്. ജീവാത്മാക്കളെ, ഓരോ കൽപ്പത്തിൻ്റെ ആരംഭത്തിലും ഞാൻ പ്രകൃതിയിലൂടെ സൃഷ്ടിക്കുന്നു. കൽപ്പാവസാനമാകുമ്പോൾ ഉണ്ടായവയെല്ലാം വീണ്ടും പ്രകൃതിയിൽ പോയി മറയുന്നു. എൻ്റെ ചൈതന്യം നിറഞ്ഞ അല്ലെങ്കിൽ വ്യാപിച്ചിരിക്കുന്ന ജഗത്തിലാണ് ജീവാത്മാക്കൾ നിലനിൽക്കുന്നത്. എങ്ങനെയാണോ മഹാനായ വായു ആകാശത്തിൽ ഒട്ടലില്ലാതെ സഞ്ചരിക്കുന്നത്, അതുപോലെ ജീവാത്മാക്കൾ എൻ്റെ ചൈതന്യമയമായ ജഗത്തിൽ നിലനിൽക്കുന്നു. ഈ സൃഷ്ടികർമ്മങ്ങളിലൊന്നും തന്നെ ഞാൻ ബന്ധപ്പെടുന്നതേയില്ല. സാക്ഷിയായി നിന്നുകൊണ്ട് മായയിലൂടെ ചരാചരങ്ങളെ വീണ്ടും വീണ്ടും സൃഷ്ടിച്ച് നിലനിർത്തി എന്നിൽ തന്നെ ലയിപ്പിക്കുന്നു. മഹാത്മാക്കൾ, അതായത് ആത്മാവിനെക്കുറിച്ചറിയുന്ന ജ്ഞാനികൾ എന്നെ ജ്ഞാനയജ്ഞം കൊണ്ട് ഉപാസിക്കുന്നു. ഏകനായ പരമാത്മാവാണ് ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും വേദങ്ങളും യാഗയജ്ഞങ്ങളും അഗ്നിയും അന്നവും എല്ലാം എന്ന് ജ്ഞാനികൾ അറിയുന്നു. അവർ സദാ പരമാത്മ ചൈതന്യത്തിനെ തന്നെ ഭജിച്ചും ആരാധിച്ചും ഉപാസിക്കുന്നു. ഭഗവാൻ പറയുന്നു, എന്നെ ആരാധിക്കുന്ന അവരുടെ യോഗക്ഷേമങ്ങളെ ഞാൻ നിലനിർത്തും. അവർക്ക് എപ്പോഴും അവരുടെ നന്മയെ ഞാൻ നിലനിർത്തും. എന്നാൽ ലൗകിക സുഖങ്ങളെ ആഗ്രഹിച്ച് യാഗങ്ങൾ യജ്ഞങ്ങൾ ചെയ്ത് അതിലെ പ്രസാദമായ സോമപാനം ചെയ്ത് സ്വർഗം പ്രാപിക്കുന്ന വേദജ്ഞന്മാർ സ്വർഗസുഖം അനുഭവിക്കുന്നു. എന്നാൽ പുണ്യം ക്ഷയിക്കുമ്പോൾ മർത്യലോകത്തിൽ ജനിച്ച് വീണ്ടും ജനനമരണ ചക്രത്തിൽ പെടുന്നു. അർജുന, ദേവന്മാരെ പൂജിക്കുന്നവർ ദേവലോകത്തെ പ്രാപിക്കുന്നു. പിതൃക്കളെ ആരാധിക്കുന്നവർ പിതൃക്കളെ പ്രാപിക്കുന്നു. എന്നാൽ എന്നെ തന്നെ നിരന്തരം ധ്യാനിക്കുന്നവർ എന്നെ വന്ന് പ്രാപിക്കുന്നു. എൻ്റെ ഭക്തന്മാർ മനഃശുദ്ധിയോടെ ഭക്തിയോടെ പൂവോ പഴമോ തുളസിയിലയോ വെള്ളമോ ആയാലും ഏതെനിക്കർപ്പിച്ചാലും ഞാൻ അവയെ സ്വീകരിച്ച് എൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കും. അതിനാൽ നീ എന്ത് കർമ്മം ചെയ്യുന്നുവോ എന്ന് വെച്ചാൽ നിൻ്റെ ദൈനംദിന കർമ്മങ്ങളെ എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യുക. കർമ്മങ്ങൾ മാത്രമല്ല, കർമ്മഫലവും എന്നിൽ അർപ്പിക്കുക. ഇങ്ങനെ ചെയ്താൽ കർമ്മവും കർമ്മഫലവും നശിച്ച് കർമ്മവിമുക്തനായി നീ എന്നെ തന്നെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറയുന്നു. എൻ്റെ ഭക്തന്മാർ നശിക്കുകയില്ല. സ്ത്രീകളോ പുരുഷന്മാരോ ശൂദ്രരോ ഏത് പാപിയോ ആയാലും എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരെ ഉദ്ധരിച്ച് മോക്ഷപദത്തിൽ എത്തിക്കും. അതിനാൽ അർജുന, എന്നെ തന്നെ വന്ന് പ്രാപിക്കണം എന്ന് നീ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. എൻ്റെ ഭക്തനായി എന്നിലുറച്ച മനസ്സോടുകൂടി നിരന്തര ധ്യാനത്തിൽ ഏർപ്പെടുക. നീ എന്നെ തന്നെ വന്ന് ചേരും എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നു. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്ത്വൈമം ആത്മാനം മത്പരായണഃ. ഇവിടെ ഭഗവാൻ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന 9-ാം അധ്യായം ഉപദേശങ്ങൾ പൂർത്തിയാക്കുന്നു.
ഭഗവാന്റെ ഉപദേശങ്ങൾ നാമും ശ്രവിച്ചു. നമുക്ക് ഈ ഉപദേശങ്ങളെ പ്രായോഗികമാക്കാൻ ശ്രമിക്കാം. തുടർന്നും ഭഗവാന്റെ ഉപദേശങ്ങൾക്ക് കാത്തിരിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.